പ്പെട്ട അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങളാണ് എന്നതിന് എന്ത് തെളിവാ വേണ്ടത്? ഏത് തരത്തിലുള്ള തെളിവാ വേണ്ടത്? ഖുറാനിൽ നിന്ന് വെളിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ പറയാം. ഖുറാനിൽ നിന്നും വെളിയിലുള്ള ഒരു തെളിവാണല്ലോ മറിയമിന്റെ പുത്രൻ യേശു. അദ്ദേഹം ദൈവത്തിന്റെ പ്രവാചകനാണെന്നുള്ളത് ഖുർആനിൽ നിന്നും വെളിയിലുള്ള ഒരു തെളിവല്ലേ? ഇല്ല, അത് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് വെളിയിലുള്ള തെളിവ് എവിടെയാ ഉള്ളത്? പ്രവാചകനാണെന്നുള്ളത് ഒരു മിനിറ്റ് ഷാബ്ദിന്, അദ്ദേഹം വെക്കുന്ന സ്കെയിൽ എന്താണ്? ഈ വെളിയിലുള്ള ഈ യഹോവ ബൈബിളിന് പുറത്ത് എവിടെയാ ഉള്ളത്? യഹോവ ബൈബിളിന് പുറത്തുണ്ടോ? യഹോവ ഉണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചത്, അതായത് ആദം മുതൽ മുഹമ്മദ് നബി വരെ വിവിധ പ്രവാചകന്മാരിൽ കൂടെ സന്ദേശം ലോകത്തിന് നൽകപ്പെട്ടു. മുഹമ്മദ് ഒടുവിലത്തെ പ്രവാചകനാണ് എന്നുള്ളത് ഖുറാനിലല്ലാതെ വേറെ ഏതെങ്കിലും രേഖകളിലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ ഒരു സ്കെയിൽ വെക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചത്. അത് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇപ്പം ബൈബിളിൽ യഹോവ ബൈബിളിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യകത നിങ്ങളുടെ ദൈവം യഹോവയാണ് എന്നതിന് ബൈബിളിന് പുറത്ത് എവിടെയെങ്കിലും രേഖയുണ്ടോ? ബൈബിളിന് പുറത്ത് രേഖ എവിടെയാണ്? ആദം മുതൽ ഈ പറഞ്ഞ മോശെ വരെ നിങ്ങളുടെ ദൈവം യഹോവയാണ് എന്നതിന് ബൈബിളിന് പുറത്ത് ഏത് രേഖയുള്ളത്? ബൈബിൾ പഴയ നിയമത്തിന് പുറത്ത് ഏത് രേഖയുള്ളത്? പഴയ നിയമം പുതിയ നിയമം, ബൈബിളിന് പുറത്ത് ഏത് രേഖയുള്ളത്? ബൈബിളില് ഉണ്ടല്ലോ. ബൈബിളിലുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അത് പറയുന്നത്, ഞങ്ങൾക്ക് അതിനെന്താ ഇനിയിപ്പോ ഞങ്ങൾക്ക് തെളിവ് പഴയ നിയമമാണ് അതിന്റെ തെളിവ്. പുതിയ നിയമത്തിന്റെ തെളിവ് പഴയ പുറത്ത് എന്ത് രേഖയാണുള്ളത് ചോദിച്ചു. നിങ്ങൾ ഒരു സ്കെയിൽ വെച്ചല്ലോ. ബൈബിളിന് പുറത്ത് ബൈബിൾ എഴുത്തുകാരുണ്ട്, ടാസിറ്റസ്, അതുപോലെ ജോസിഫസ് മുതലായ ചരിത്രകാരന്മാരുണ്ട്. നിങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ട്. ജോസിഫസിന്റെ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ എടുക്കാം. ആന്റിക്വിറ്റീസ് ഏത് ബുക്കിലാണ് ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ യഹോവയാണെന്നോ ഉണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഞാൻ രേഖകൾ തരാം. എവിടെയാ? ബൈബിളിന് പുറത്ത് വേണം കേട്ടോ. അതായത് ആദം മുതൽ നിങ്ങളുടെ ദൈവം യഹോവയാണ് എന്ന്, ക്രിസ്ത്യാനികളുടെ ദൈവം യഹോവയാണെന്ന് ജോസിഫസിന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നാ പറഞ്ഞത്. അതെവിടെ? അതെ, യഹോവയാണെന്നുള്ളത് ബൈബിളിൽ യഹോവയല്ലാതെ വേറൊരു ദൈവത്തിന്റെ കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ബൈബിളിന് പുറത്ത് നിങ്ങളുടെ ദൈവം യഹോവയാണെന്ന് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിന് പുറത്ത് യഹോവയാണെന്ന് പിന്നെ ചരിത്രകാരന്മാരുടെ രേഖകളുണ്ട്. അതുപോലെ തന്നെ ബൈബിളിന് പുറത്ത് നിങ്ങളുടെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞത് എവിടെ? CCC എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ദൈവം ബൈബിളിന് പുറത്ത് യഹോവയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞത് എവിടെ? ബൈബിളിന് പുറത്ത് വേണം. നിങ്ങളെ വെച്ച സ്കെയിൽ അതാണ്. ബൈബിളിന് പുറത്ത് സ്കെയിൽ അതാണ്. ഞങ്ങളെ വെച്ച സ്കെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചു. ബൈബിളിന് പുറത്ത് യഹോവയാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞത് എവിടെ? ബൈബിളിൽ എഴുതപ്പെട്ടതായ സ്പെസിഫിക് ആകാം. എബ്രഹാമിന്റെ ദൈവം യഹോവയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. നിങ്ങളുടെ ഖുറാനാണ് സ്കെയിൽ വേണ്ടത്. ബൈബിളിന് അതിന്റെ ആവശ്യം. നിങ്ങളല്ലേ ഒരു സ്കെയിൽ വെച്ചത്? നിങ്ങളൊരു സ്കെയിൽ വെച്ചല്ലോ. ഞങ്ങൾ സ്കെയിൽ വെച്ചു. ഞങ്ങൾക്ക് ബൈബിളിന് അതിന്റെ വേറെ സ്കെയിലിന്റെ ആവശ്യമില്ല. അതല്ലല്ലോ, ഒരു സ്കെയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണല്ലോ. നിങ്ങൾ ഒരു സ്കെയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ BC 1450 മുതൽ 1600 വർഷങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ടതായ ഈ ബൈബിൾ, ഈ വേദപുസ്തകം ബൈബിളിന് പുറത്ത്. ബൈബിൾ വേണ്ട എനിക്ക്. ബൈബിളിന് എനിക്ക് വേണ്ട. എനിക്ക് ബൈബിളിന് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഈ ചുരുങ്ങിയ കാലഘട്ടം 100-200 കൊല്ലത്തിനുള്ളിൽ എഴുതപ്പെട്ടതായ ഖുറാനിന് എന്തോ വിശ്വാസ്യതയുള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി. ബൈബിളിന് പുറത്തപ്പോ യഹോവയാണ് നിങ്ങളുടെ ദൈവം തെളിവില്ല. ചോദിക്കുന്നതിന് മറുപടി തന്നെ ആയി പറഞ്ഞത്. അല്ല, ബൈബിളിന് പുറത്ത് യഹോവയാ ദൈവം ഇല്ല, നിങ്ങളുടെ ദൈവം ഇല്ല. എബ്രഹാമിന്റെ ദൈവം യഹോവയാണെന്ന് പറയാൻ ബൈബിളിന് പുറത്ത് തെളിവില്ല. അബ്രഹാമിന്റെ ദൈവം മതിയോ അതോ പിന്നെ ഗ്രന്ഥത്തിൽ വല്ലതും രചിക്കണോ? പുള്ളി എന്താണ് തെളിവായിട്ട് ചോദിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഹൈന്ദവ സഹോദരനടുത്ത് ചോദിച്ചാൽ പോരെ?
ഹൈന്ദവ സഹോദരന് ചോദിച്ചാൽ മതി, മുസ്ലിങ്ങളുടെ ദൈവം ആരാന്ന് വെച്ചാൽ അള്ളാഹു എന്ന് പറയത്തില്ല. അപ്പൊ വായാലായില്ലേ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് അപ്പുറത്തൊരു ഹൈന്ദവനുണ്ടെങ്കിൽ ചോദിച്ചാൽ അതെ മുസ്ലിങ്ങൾ അള്ളാഹുലാണോ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ വഴി ആന്ന് പറയത്തില്ലേ? അത് തെളിവായില്ലേ? ഇപ്പം പറയും. പക്ഷെ ഇതിന് മുൻപ് ഏതെങ്കിലും അതല്ല ഷിഹാബുദ്ദീനെ, ഒരു മിനിറ്റ്. പുള്ളി പറഞ്ഞത് ഇത് ഒരു മിനിറ്റ്, നിങ്ങൾ മുൻപുള്ള ബൈബിളിന് പുറത്ത് ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ, ഇപ്പോഴുള്ള ഹിന്ദുക്കൾ പറയും. പക്ഷെ മുൻപുള്ള ഏതെങ്കിലും ചരിത്രരേഖകൾ ഉണ്ടെങ്കിൽ പറ. എന്ത് നിങ്ങൾ യഹോവയാണെന്നുണ്ടോ? എബ്രഹാമിന്റെ ദൈവം മുഹമ്മദിന് മുമ്പ് ഏതെങ്കിലും ഒരു ചരിത്രരേഖ അള്ളാഹു ദൈവമാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്നോ എവിടെങ്കിലും ഒരു ചരിത്രരേഖ ഉണ്ടെങ്കിൽ പറ. യഹൂദന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. പഴയ അറബിക് ബൈബിൾ എടുത്താൽ മതി നിങ്ങൾ. ഇപ്പോ മുസ്ലിം മതം ഒരു മിനിറ്റ് ഷിഹാബുദ്ദീനെ, പുള്ളി ചോദിച്ച സ്കെയില് മനസ്സിലാകാതെ സംസാരിക്കല്ലേ ഷിഹാബുദ്ദീനെ, പ്ലീസ്. യഹൂദന്മാര് പറഞ്ഞിട്ടുണ്ട്. തെളിവാണെങ്കിൽ അജീപോളും സെബാസ്റ്റ്യൻ മുനിക്കൽ എന്നുള്ള സംവാദം തെളിവാണ്. അതിനകത്ത് അജീപോൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു വരുന്നതിന് മുമ്പ് യഹൂദരും ക്രിസ്ത്യാനികളും അള്ളാഹു എന്ന ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സംവാദം തെളിവാണ്. അജീപോളും സെബാസ്റ്റ്യൻ മുനിക്കുള്ള സംവാദം തന്നെ അതിന് തെളിവാണ്. അതിൽ അജീപോൾ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികൾ, നിങ്ങളുടെ തന്നെ ഒരു പാസ്റ്ററാണ് അജീപോൾ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് അത് തെളിയിച്ചത്. ഓക്കെ, അത് മതിയാവോ? നിങ്ങളെ ക്രിസ്ത്യാനികളാണ് തെളിയിച്ചത്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരാണ് തെളിയിച്ചത്. അത് മതിയാവോ എസ് ജോർജ് പാസ്റ്ററിന്? ഷിഹാബുദ്ദീൻ, പുള്ളി വെക്കുന്ന സ്കെയില് മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. പുള്ളി വെക്കുന്ന ആംഗിൾ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. പ്രവാചകന് മുമ്പ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് സ്ഥാപിച്ചത് സെബാസ്റ്റ്യൻ മുന്നക്കലിനടുത്ത് അജീപോൾ എന്ന പാസ്റ്ററാണ്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ധാരാളം പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ ഇന്നും അവൈലബിളും ആണ്. പ്രവാചകന് മുമ്പ് അള്ളാഹു എന്ന ദൈവത്തെ വിളിച്ചിട്ടുണ്ടോ? അതിനെയൊക്കെ ചലഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ആ പുള്ളിയുടെ റൂമിൽ തന്നെ ആളുകൾ ധാരാളം ചലഞ്ച് ചെയ്തിട്ടുള്ളതുമാണ്. അതൊന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എല്ലാവരും അത് അംഗീകരിച്ച് വിശ്വസിച്ചിരിക്കുകയാണോ? പുള്ളി സ്ഥാപിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ തെളിവുണ്ടല്ലോ. അങ്ങനെ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ എന്തുവാ? പുള്ളി പറഞ്ഞൊക്കെ തെളിവല്ലേ? പുള്ളി പറഞ്ഞ ഏതാ തെളിവല്ലാത്തത്? ഒരു തെളിവില്ല. പുള്ളി പറഞ്ഞത് പുള്ളി പറഞ്ഞല്ലോ, ഇപ്പം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞല്ലോ, ഈസ്റ്റർ ഇതാണ് ക്രിസ്മസ് പോലെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എഴുതിയിട്ട് ഈസ്റ്റർ എന്നുള്ള ബൈബിളിൽ എവിടെയെങ്കിലും കാണിക്കാമെന്ന് ചോദിച്ചു. പുള്ളി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. അല്ല, പുള്ളി പറഞ്ഞ തെളിവിൽ എന്താണ്? അള്ളാഹു എന്ന് ക്രിസ്ത്യാനികളും യഹൂദന്മാരും പ്രവാചകന് മുമ്പ് വിളിച്ചിട്ടുണ്ട് എന്ന് അജീബുൾ പറഞ്ഞ തെറ്റെന്താണെന്ന് പറയും. അത് തെറ്റ്, അങ്ങനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് തെറ്റാന്ന് പറയാം സഹോദരൻ. അദ്ദേഹം കൂടെ തെളിവ് ഏതാണ് തെറ്റ്? ഏത് തെളിവാണ് തെറ്റ്? അദ്ദേഹം ഈ അള്ളാഹു ദൈവമാണെന്ന് ഏതെങ്കിലും ഒരു സമൂഹം, ഒരു ജനത വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് അജീപോൾ തന്നത്. അജീപോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കും. അജീപോളിന്റെ തെളിവൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ പറ. അജീപോളിന്റെ തെളിവല്ലല്ലോ, അജീപോൾ കൊണ്ടുവന്ന തെളിവുകളുണ്ട്. അവിടെ കുറച്ച് പുസ്തകങ്ങളും ചരിത്രരേഖകളും ഉണ്ട്, അത് വായിക്കാലോ. അജീപോൾ കൊണ്ടുവന്ന തെളിവുകൾ എനിക്ക് സ്വീകാര്യമല്ലെന്നേ. ചേടാ, അജീപോൾ പറഞ്ഞത്, അജീപോൾ എന്ന വ്യക്തിയല്ല, അജീപോൾ റെഫർ ചെയ്ത ചില പുസ്തകങ്ങളുണ്ടല്ലോ, ചില ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, ചില രേഖകളുണ്ട്, അതെടുക്കാലോ. അത് അതൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ റൂമിൽ തന്നെ. അതൊക്കെ എന്താണ് ചലഞ്ച്? ആ ചലഞ്ച് എന്താണെന്ന് പറയൂ, ഞാൻ പരിശോധിക്കാലോ. നിങ്ങൾ പറയൂ. ഞാനിപ്പോ ആ റൂമിൽ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ റൂമുകളിൽ നിങ്ങൾ കേറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അജീപോൾ പറഞ്ഞത് തെറ്റെന്താന്ന് പറയൂ. ഏത് പോയിന്റ് തെറ്റെന്ന് പറയൂ. ഈ ആദാം മുതൽ മോശ വരെ അല്ലെങ്കിൽ യേശുക്രിസ്തു വരെയുള്ള കാലഘട്ടങ്ങളിൽ അള്ളാഹുവിനെയും യഹോവയെയും ആരാധിച്ചിരുന്നു. ഈ ഇബ്രാഹിം യഹോവ എന്ന് വിളിച്ചത് എവിടെ ചോദിച്ചത്? യഹോവ എന്ന് വിളിച്ചത് എവിടെ? യഹോവ എന്ന് വിളിച്ചത് പിന്നെ ബൈബിളിന് പുറത്ത് വിളിച്ചിട്ടില്ല. ഇല്ല, വിളിച്ചിട്ടില്ല. എവിടെയാ തെളിവ്? എവിടെ? വിളിച്ചിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചു. വിളിച്ചിട്ടില്ല. അപ്പൊ യഹോവ ദൈവമല്ല. യഹോവ ദൈവമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ദൈവമാണ്. ചേടാ, ബൈബിളിന് പുറത്ത് തെളിവില്ലല്ലോ. ബൈബിളിൽ, പഴയ നിയമത്തിൽ യഹോവ ദൈവമാണെന്ന് ധാരാളം തെളിവുകൾ ബൈബിള് നമുക്ക് പറ്റില്ലല്ലോ. ബൈബിളും ഖുർആനും എടുക്കുന്നില്ല. ബൈബിളും ഖുർആനും നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് ബൈബിളും ഖുർആനും പറ്റൂലെന്നാണ്. രണ്ടെണ്ണം വേദപുസ്തകം പറ്റൂലെന്നല്ല നിങ്ങൾ പറഞ്ഞത്.
ഞാൻ പറഞ്ഞില്ല, ഞാൻ വേദപുസ്തകം തന്നെ വിശ്വസിക്കുന്നു. അല്ല, വേദപുസ്തകത്തിന്റെ നിങ്ങൾ എടുക്കുമ്പോ പള്ളി നിൽക്കുന്ന നമ്മള് പള്ളിക്കളസം ആവാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ രണ്ടുപേരും അങ്ങനെയല്ല. വേദപുസ്തകം, നമുക്ക് രണ്ടുപേർക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞ് എടുക്കാം. വേദപുസ്തകത്തിന്റെ എക്സ്കവേഷൻസ്, അതായത് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ളതും അതുപോലെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എബ്രഹാമിന്റെ ദൈവം യഹോവയാണെന്ന് നിങ്ങൾക്ക് കിട്ടിയ ബൈബിളിന് പുറത്തുള്ള തെളിവ് എന്താണ്? ബൈബിളിന് പുറത്തുള്ള തെളിവിന്റെ ആവശ്യം ഞങ്ങൾക്ക് ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ ഒരു സ്കെയിൽ വെച്ചില്ലേ? നിങ്ങൾ വെച്ചൊരു സ്കെയിൽ എന്താണ്? ഞാൻ പ്രവാചകന് മുമ്പ് അള്ളാഹു എന്ന് വിളിച്ചത് ഖുർആനിന് പുറത്ത് തെളിവാണെന്ന് നിങ്ങൾ പറഞ്ഞത്. അതേപോലെ ബൈബിളിന് പുറത്ത് എബ്രഹാം വിളിച്ചത് യഹോവയാണെന്ന് പറയുന്ന തെളിവോടെ ഞാൻ സ്കെയിൽ വെച്ചെന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ്, ആരോപിക്കുകയാണ്. ഞാൻ സ്കെയിൽ വെച്ചത് സഹോദര, നിങ്ങളാണ് വെച്ചത്. ബൈബിളിൽ ആദ്യ പുസ്തകം തന്നെ ആദിയിൽ ദൈവം ചോദ്യം ചോദിച്ചത്. പിന്നെ എന്തിനാണ് ഖുർആന് പുറത്ത് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ വെച്ചത് എനിക്ക് നിങ്ങളെ വെച്ചത് എന്താണ്? ഖുർആനിന് പുറത്ത് അള്ളാഹു എന്ന് പ്രവാചക കാലഘട്ടത്തിന് മുമ്പ് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതേപോലെ ഞാൻ ചോദ്യം, അതേ സ്കെയിൽ ബൈബിളിന് പുറത്ത് അതേപോലെ ചോദ്യം, എബ്രഹാമിന്റെ ദൈവം യഹോവയാണെന്ന് പറഞ്ഞത് എവിടെ? അത് തന്നെ ഞാൻ ചോദിക്കുന്നു. ഞാൻ പറയുന്നത്, അതായത് 1450 BC 1450 ബൈബിൾ എഴുത്ത് ആരംഭിച്ചത്. ബൈബിൾ മോശ ആണ് ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെ എഴുതിയത് മോശയാണ്. മോശയുടെ ഗ്രന്ഥങ്ങളിൽ പിന്നെ യഹോവയെ കുറിച്ചും അല്ലെങ്കിൽ ബൈബിളിന് പുറത്ത് എബ്രഹാമിന്റെ ദൈവം യഹോവയാണെന്നുള്ളതിന് തെളിവ് എവിടെയെന്നാ ചോദിച്ചത്. ബൈബിളിന് പുറത്ത് ഒരു തെളിവിന്റെ ആവശ്യം എനിക്കില്ല, ഞങ്ങൾക്കില്ല. എടാ, നിങ്ങൾ ഒരു സ്കെയിൽ വെച്ചില്ലേ? പക്ഷെ നിങ്ങൾക്കുണ്ട്. പറഞ്ഞാൽ മതിയോ? ഖുർആന്റെ പുറത്ത് തെളിവ് വേണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് തെളിവ് വേണം. കാരണം മുഹമ്മദ്, അതായത് ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം നിങ്ങളിത് പറയുന്നത് കേൾക്കുക, 700 വർഷത്തിന് ശേഷം വന്ന് മുഹമ്മദ് ഞാൻ അവസാനത്തെ പ്രവാചകനാണെന്നും ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാം തെറ്റാണെന്നും നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ തെളിവ് നിങ്ങളുടെ എഴുത്തുകളെ സപ്പോർട്ട് ചെയ്യുന്ന രേഖകൾ വേണം. ചേടാ, നിങ്ങൾ പറഞ്ഞ എന്താണ്? ബൈബിളിൽ ഈ പറഞ്ഞ കള്ളസുവിശേഷം പറഞ്ഞവർക്ക് തെറ്റാന്ന് പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങളല്ലേ പറയുന്നത്? ബൈബിൾ പറഞ്ഞിട്ടില്ലേ കള്ളസുവിശേഷം പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞിട്ടില്ലേ? കള്ള സുവിശേഷന്മാരും കള്ള അപ്പോസ്തലന്മാരും ഉണ്ട്. ഉണ്ടല്ലോ. അപ്പൊ സുവിശേഷം പറയുന്നതിൽ കള്ളം പറയുന്നവരില്ലേ? ഇല്ലേ? അത് തെളിയിച്ചിട്ടുണ്ട്. സുവിശേഷം പറയുന്നതിൽ അത് ഖുർആനും പറഞ്ഞു. സുവിശേഷം പറയുന്നവർ, ഇഞ്ചീൽ എന്ന് പറഞ്ഞ സുവിശേഷം പറയുന്നവർ കള്ളം പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞു. തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ അതേ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളെ കുറ്റക്കാർ നിങ്ങൾ നല്ലവരാവോ? നിങ്ങളുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശാസ്ത്രിമാരുടെ കൈയെഴുത്ത് കോലുകൾ ന്യായപ്രമാണത്തെ വികലമാക്കി, ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്ന് ജെറമ്യാവ് പറയുന്നു. പുതിയ നിയമത്തിൽ യേശു പറയുന്നു നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങൾ തിരുത്തി. അതേ കാര്യം ഖുർആൻ പറയുമ്പോൾ അതെങ്ങനെ ശരിയാ? നിങ്ങൾ തെറ്റാന്ന് പറയാ? നിങ്ങളുടെ പുസ്തകത്തിൽ ന്യായപ്രമാണത്തെ വികലമാക്കിയെന്ന് ബൈബിൾ തിരുത്തപ്പെട്ടെന്ന് യേശു പറഞ്ഞു. ന്യായപ്രമാണം വികലമാക്കിയെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ? ന്യായപ്രമാണം വികലമാക്കുന്നു എവിടെ പറഞ്ഞിരിക്കുന്നു? പറ. ജെറമ്യാവ് പുസ്തകത്തിൽ 8:8 എടുത്ത് വായിച്ചു നോക്കിയേ. നെഹമ്യാവ് 8:8? യെരമ്യാവ് 8:8 എടുത്തേ. അവിടെ എന്താ? യെരമ്യാവ് വന്നു. യെരമ്യാവ് എടുത്ത യെരമ്യാവ് 8:8 എന്താ പറയുന്നത്? പറ. എടുത്തോ. അത് നിങ്ങൾ പറയുന്നേ. യെരമ്യാവ് എടുത്തോളൂ. എടുത്തോളൂ. യെരമ്യാവ് 8:8 പറഞ്ഞിരിക്കുന്ന വിഷയം എന്താ നിങ്ങൾ പറ. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കൈയെഴുത്ത് കോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ഇതല്ലേ ഖുർആനും പറഞ്ഞത്. നിങ്ങൾ അതിനെ വ്യാജമാക്കി, ന്യായപ്രമാണത്തെ വ്യാജമാക്കി. അതുകൊണ്ട് ബൈബിളിലുള്ള മറ്റു പുസ്തകങ്ങളെല്ലാം വ്യാജമാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, തിരുത്തപ്പെട്ടു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ തിരുത്തപ്പെട്ടത് ന്യായപ്രമാണത്തെ അവർ വികലമാക്കി എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? തിരുത്തപ്പെട്ടത് ഏത് ഭാഗമാണ്? എവിടെയാണ് തിരുത്തപ്പെട്ടത്? ചോദിക്കുന്നത് യെരമ്യാവ് 8:8 സത്യമാണോ കളവാണോ? യെരമ്യാവ് 8:8 ശരിയാണ്. അതുപോലെ തന്നെ ന്യായപ്രമാണത്തെ വികലമാക്കി എന്നുള്ള കാര്യം സത്യമല്ലേ? ഇത് കേക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു പോവാം. അതായത് പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു.
അസത്യം പ്രവചിക്കുന്നു എന്ന് പഴയ നിയമത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെ, അത് അല്ല, അസത്യം പറയുന്ന ന്യായപ്രമാണത്തെ വികലമാക്കി യരമ്യാവ് പറഞ്ഞിട്ടുണ്ടോ? ന്യായപ്രമാണത്തെ വികലമാക്കി എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയാണ്. അത് തീർച്ചയായിട്ടും അപ്പൊ ബൈബിളിൽ അതേ കാര്യം ന്യായപ്രമാണം വികലമാക്കപ്പെട്ടെന്ന് ഖുർആൻ പറഞ്ഞ എന്താ കുഴപ്പം? ഖുറാൻ പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. ഖുറാൻ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അതിന് തെളിവ് തരണം എന്ന് പറഞ്ഞാൽ ഏതാണ് വികലമാക്കിയെന്ന് യരമ്യാവ് പറഞ്ഞു. 8:8 പറഞ്ഞ തെളിവ് എന്താണ്? എന്താണ് ന്യായപ്രമാണത്തെ വികലമാക്കിയത്? വികലമാക്കി എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറ. ഇപ്പൊ നിങ്ങൾ പറയണം. ഇപ്പം അല്ല, അവിടെ യരമ്യാവ് പറഞ്ഞ തെളിവ് എന്താണ്? യരമ്യാവ് ന്യായപ്രമാണം വികലമാക്കി, എന്താണ് തെളിവ്? ഏത് പുസ്തകം വികലമാക്കി എന്നാണ് യരമ്യാവ് പറഞ്ഞത്? തോറായും ഇഞ്ചിയിലും അള്ളാഹ് തന്നതാണെന്നുള്ളതിന് തെളിവുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്, അതല്ല, ഇത് ക്ലിയർ ചെയ്തിട്ട് പോ. യരമ്യാവ് 8:8 പറഞ്ഞിരിക്കുന്നു ന്യായപ്രമാണം വികലമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഏത് പുസ്തകമാണ് വികലമാക്കപ്പെട്ടത്? യരമ്യാവ് അവിടെ പറഞ്ഞോ? അവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവിടെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഏതാണ് വികലമാക്കപ്പെട്ടത്? അത് പറയൂ, ഏതാണ് വികലമാക്കപ്പെട്ടത്? ഒരു പ്രവാചകൻ വന്ന് കള്ളത്തരം പ്രവചിക്കുകയും അത് ഒത്തുവരാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളൻ. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല, ഞാൻ അവനോട് പ്രവചിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ശാസ്ത്രിമാര് പറഞ്ഞു, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ളക്കൈ എടുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ന്യായപ്രമാണം വികലമാക്കപ്പെട്ടോ? ന്യായപ്രമാണം വികലമാക്കപ്പെട്ടത് അങ്ങനെ ചെയ്തവരാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞു. അപ്പം പരീശന്മാരും ശാസ്ത്രിമാരും അവര് ന്യായപ്രമാണത്തിൽ അല്പം വികലമാക്കിയ പല ഭാഗങ്ങളുണ്ട്. ഞാൻ പറയാം, മർക്കോസ് അത് ഖുർആൻ എടുത്തു പറഞ്ഞ എന്താ പ്രശ്നം? ഏതാണ് വികലമാക്കിയത്? അല്ല, ഖുർആൻ എടുത്തു പറഞ്ഞു. നിങ്ങളുടെ പുസ്തകത്തിലും പറയുന്ന ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു. അല്ല, ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ പറയണം. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യരമ്യാവ് 8:8 ഏത് ന്യായപ്രമാണത്തിന്റെ ഏത് ഭാഗമാണ് വികലമാക്കപ്പെട്ടത്? മാത്രം പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ പറയാം, ഇത് ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യും. അതായത് മർക്കോസ് വിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനയെ ദുർബലമാക്കിയിരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ ദുർബലമാക്കിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഒരുത്തന് അപ്പനോടോ അമ്മയോടോ എനിക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട എന്ന് അവർ നിയമം ഉണ്ടാക്കിയതാ. അവരുണ്ടാക്കിയ നിയമം അതാണ്, ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു നിയമമാണ്. ഇതുപോലെ തന്നെ അതുപോലെ പല വിധത്തില് അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ നീതി, അതായത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കില്ല. അങ്ങനെ യേശുക്രിസ്തു പറഞ്ഞു. ന്യായപ്രമാണത്തെ വികലമാക്കിയത് ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വചനം? യരമ്യാവ് 8:8 ശാസ്ത്രിമാരുടെ കൈയെടുത്ത് കോലുകൾ വികലമാക്കിയ ന്യായപ്രമാണത്തിന്റെ ഏത് ഭാഗമാണ്? ഏത് ഭാഗമാണെന്ന് നിങ്ങൾ പറയണം. ചേടാ, നിങ്ങളെ ബൈബിളല്ലേ പറഞ്ഞത്, അത് ഞാനും പറയണോ? ഖുർആനിൽ പറഞ്ഞത് ഞാൻ തെളിവ് പറയണം, ബൈബിൾ പറഞ്ഞത് ഞാൻ തെളിവ് പറയണോ? നിങ്ങളെ ബൈബിളിൽ പറഞ്ഞ് നിങ്ങൾ തെളിവ് പറ. നിങ്ങൾ പറയാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പിന്നെ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചേടാ, അത് ഏതാണെന്ന് പറ. ഏത് പുസ്തകത്തിലെ ഏത് വചനമാണ് അവർ വികലമാക്കിയത്? നിങ്ങൾ ചോദിച്ചല്ലോ, ഏത് പുസ്തകത്തിലെ ഏത് വചനമാണ് തിരുത്തപ്പെട്ടത്? ഞാൻ അതാ പറയുന്നു, നിങ്ങളുടെ പുസ്തകത്തിലും പറയുന്നു ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു. അത് ഏത് പുസ്തകത്തിലെ ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനമാണ് വികലമാക്കപ്പെട്ടത്? പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, മർക്കോസിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, അപ്പനോടോ അമ്മയോടോ എന്നാൽ ഉപകാരമായി വരേണ്ടത് ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, ദേവാലയത്തിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ഈ വ്യാഖ്യാന നിമിത്തം ദൈവകൽപ്പനയെ ദുർബലമാക്കിയിരിക്കുന്നു. ദൈവകൽപ്പനയെ ദുർബലമാക്കിയിരിക്കുന്നത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഏത് കൽപ്പനയാണ് ദുർബലമാക്കിയത്? ദൈവത്തിന്റെ ഏത് കൽപ്പന ദുർബലമാക്കിയത്? ഇപ്പം പറഞ്ഞില്ലേ ഏത് കൽപ്പന? അതായത് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടതിന് പകരം ദേവാലയത്തിൽ കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞത്. അപ്പനും അമ്മയും കൊടുക്കേണ്ടതിന് ദേവാലയത്തിന് കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ കൽപ്പന ഉണ്ടോ? അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നുണ്ട്, പഴയ നിയമത്തിലുണ്ട്. ഉണ്ട്. ബഹുമാനിക്കണ്ടെന്ന് ശാസ്ത്രിമാര് പറഞ്ഞോ? ശാസ്ത്രിമാര് പറഞ്ഞു അപ്പനും അമ്മയ്ക്കും ഒന്നും കൊടുക്കണ്ട, അത് ദേവാലയത്തിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല, ബഹുമാനിക്കണ്ട, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കൽപ്പനയിലുണ്ട്. ബഹുമാനിക്കണ്ടെന്ന് ശാസ്ത്രിമാര് പറഞ്ഞ അവിടെ ബഹുമാനിക്കണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്,
ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും കൊടുത്തില്ലേ പിന്നെ എന്തോ ബഹുമാനിക്കുന്നു? അവർ കൊടുക്കുന്ന രണ്ടാമത് ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ കൽപ്പന, പഴയ നിയമത്തിലെ കൽപ്പന അല്ലേ? ആന്നു അതെ, അത് ബഹുമാനിക്കണം എന്ന് ശാസ്ത്രിമാര് പറഞ്ഞോ? ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞില്ല. അപ്പൊ അവര് ഇവിടെ പറഞ്ഞ തിരുത്തിയിട്ടില്ലല്ലോ. കാര്യം എന്താണ് വ്യാജമാക്കിയത്? അവര് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ശാസ്ത്രിമാരുടെ കള്ളക്കൈയെഴുത്തുകോലുകൾ വ്യാജമാക്കിയ ന്യായപ്രമാണത്തിന്റെ ഏത് ഭാഗത്തെയാണ്? അത് ന്യായപ്രമാണത്തിന്റെ ഭാഗങ്ങൾ പലതും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഏത് തെളിവ് പറയും? ഏത്? അപ്പൊ ഖുർആൻ അത് പറഞ്ഞ സത്യമല്ലേ? ഖുർആൻ പറഞ്ഞ സത്യമല്ലേ? ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു സത്യമല്ലേ? നിങ്ങൾ തെളിയിക്കണം. നിങ്ങളുടെ ബൈബിള് ജോർജ് പാസ്റ്ററെ, നിങ്ങളുടെ ബൈബിള് പറയുന്നു ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു, ഖുർആനും പറയുന്നു ന്യായപ്രമാണം തിരുത്തപ്പെട്ടു. നിങ്ങൾക്ക് തെളിവ് തരണ്ട, ഞങ്ങൾ തെളിവ് തരണം. നിങ്ങള് ബൈബിളും ഖുർആനും കൂടെ ഒന്നിച്ച് വെക്കണ്ട, അത് വെച്ചാൽ ശരിയാവത്തില്ല. അത് ശരിയാവത്തില്ല. പാസ്റ്ററിന് ഒന്ന് ശബ്ബത്ത്, 2 കൊല ചെയ്യരുത്, 3 വ്യഭിചാരം ചെയ്യരുത്. ഷിഹാബുദ്ദീനെ ഒരു മിനിറ്റ്, ഇയാള് മൂപ്പര് പറയണം മനസ്സിലാകാതെ സംസാരിക്കല്ലേ പ്ലീസ്. നിഷ്കളങ്കമായ ചോദ്യമല്ല എസ് ജോർജ് പാസ്റ്റർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കണം. നിങ്ങൾ എല്ലാത്തിനും A+B=C എന്ന രീതിയിലല്ല ഉത്തരം കൊടുക്കേണ്ടത്, മനസ്സിലായോ? മൂപ്പര് പറഞ്ഞ എന്താണ്? ഖുർആൻ ന്യായപ്രമാണം ആൾക്കാരില്ലേ, താഴെ കേൾക്കുന്ന ആൾക്കാരില്ലേ, ഇദ്ദേഹത്തിന് മാത്രമല്ലല്ലോ മറുപടി. ആൾക്കാർക്കും കൂടി ചേർത്താ ഞാൻ മറുപടി പറഞ്ഞ ഷിഹാബുദ്ദീന്. കേൾക്ക്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഇവർക്ക് ഇത്തരം ആൾക്കാർക്ക് എങ്ങനെ മറുപടി കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഉള്ള രീതിയിലല്ല ഇവർക്ക് മറുപടി. ഇവർക്കുള്ള മറുപടി ഇവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയണം. എങ്ങനെയെന്നറിയോ? ഇവര് പറഞ്ഞല്ലോ ഖുർആനിൽ ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെളിവ് തരണം, എവിടെയാണ് തിരുത്തപ്പെട്ടത്? അപ്പൊ ഇവരുടെ പുസ്തകത്തിൽ ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവ് എന്തേ? അത് ഞങ്ങൾക്ക് തെളിവ് തരണ്ട. അതെങ്ങനെ ശരിയാവുക? ഒരേ കാര്യം ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്ന് ഇവരെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞാൽ നമ്മൾ തെളിവ് കൊടുക്കണം, അവർ പറയുന്ന തെളിവ് വരണ്ട. അതെങ്ങനെ ശരിയാവുക? ഇതാണ് പറഞ്ഞ സ്കെയിൽ. എങ്ങനെയാണോ ഇവർ മാനദണ്ഡം വെക്കുന്നത് അതേ മാനദണ്ഡത്തിൽ തിരിച്ചു വയ്ക്കുക, അതേ മാനദണ്ഡത്തിൽ തിരിച്ചു വയ്ക്കുക. ഇവർക്ക് ന്യായപ്രമാണം ഇവർക്ക് 700 വർഷത്തിന് ശേഷമുള്ള ഖുർആൻ വന്നത്. ശരി, സമ്മതിച്ചു. നിങ്ങളുടെ വാദപ്രകാരം ക്രിസ്തുവിന് ശേഷം 700 വർഷത്തിന് ശേഷമാണ് ഖുർആൻ വന്നത്. ശരി, ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ ന്യായപ്രമാണം തിരുത്തപ്പെട്ടു? ഇല്ലേ? തിരുത്തപ്പെട്ടു. അതിന് തെളിവെന്തേ? ഏത് പുസ്തകത്തിലെ? അതേ ചോദ്യം മുമ്പ് ചോദിച്ചില്ലേ, ഏത് പുസ്തകത്തിലെ ഏത് അധ്യായത്തിലെ ഏത് വചനമാണ് തിരുത്തിയത്? അത് പറയട്ടെ. അപ്പൊ അവരുടെ പുസ്തകത്തിൽ അവർക്ക് പറഞ്ഞാൽ തെളിവ് വേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ബൈബിളിൽ തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവവചനം ദുർബലമാക്കി എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതായത് പിന്നെ നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യെശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ഇത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം എടുത്ത് ഉത്തരിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഈ ന്യായപ്രമാണം തിരുത്തപ്പെട്ടു. ന്യായപ്രമാണം തിരുത്തപ്പെട്ടെന്നല്ലല്ലോ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ യെരമ്യാവ് 8:8 പറഞ്ഞത്. അതെ, യെരമ്യാവ് 8:8 പറഞ്ഞ എന്താണ്? നിങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കയ്യെഴുത്തുകോലുകൾ അതിനെ വികലമാക്കിയിരിക്കുന്നു. ഏതിനെ? യഹോവയുടെ ന്യായപ്രമാണത്തെ. അങ്ങനെയല്ലേ? അത് പ്രവചന പുസ്തകങ്ങളിൽ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും വിമർശിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ട് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല സഹോദര, ഞാൻ ചോദിക്കുന്നത് യെരമ്യാവ് പറഞ്ഞ എന്താ? നിങ്ങളുടെ കയ്യിൽ യഹോവയുടെ ന്യായപ്രമാണം കയ്യിലുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എങ്ങനെ? ശാസ്ത്രത്തിന് അവകാശപ്പെട്ടെന്താണ്? ഞങ്ങളുടെ കയ്യിൽ യഹോവയുടെ ന്യായപ്രമാണമുണ്ട്. ഏതുപോലെ? നിങ്ങൾ ഇന്ന് അവകാശപ്പെടുന്നത് പോലെ. നിങ്ങൾ ഇന്ന് അവകാശപ്പെടുന്നു നിങ്ങളുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട് എന്ന് അവകാശപ്പെടുന്നത് പോലെ അന്ന് ശാസ്ത്രിമാരും അവകാശപ്പെട്ടു. അപ്പൊ ആ പ്രവാചകനായ യെരമ്യാവ് പറഞ്ഞ എന്താണ്? ശാസ്ത്രിമാരുടെ കയ്യെഴുത്തുകോലുകൾ അതിനെ വികലമാക്കി.
നിങ്ങൾ അതിനെ ആവശ്യപ്പെടുന്നത് പോലെ, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ, നിങ്ങൾ വികലമാക്കി അവകാശപ്പെടുന്നത് പോലെ ആണെങ്കിൽ യെരമ്യാവ് എന്തിനാണ് ശാസ്ത്രിമാരുടെ കയ്യെഴുത്തുകോലുകൾ അതിനെ യഹോവയുടെ ന്യായപ്രമാണത്തെ വികലമാക്കി എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിനെ വികലമാക്കിയും വക്രമാക്കിയും അവര് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അവിടെ. അപ്പൊ ആ കാര്യം ഖുർആൻ പറഞ്ഞ എന്താ കുഴപ്പം? ആ കാര്യം ഖുർആൻ പറയാൻ ന്യായമില്ല. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിന് നേരെ വെളിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അതല്ല, ന്യായപ്രമാണം വികലമാക്കിയെന്ന് ഇന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമോ? വേദപുസ്തകത്തിന് നേരെ എതിരായിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അത് അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഖുർആൻ പറയുന്ന കാര്യം അംഗീകരിക്കാൻ നിങ്ങൾ ഖുർആൻ പറഞ്ഞ എടുക്കണ്ട. നിങ്ങള് ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ന്യായപ്രമാണം വികലമാക്കുന്നത് ആ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. അതിന് വേറെ ഉദാഹരണങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ശാസ്ത്രിമാരാൽ വികാരമാക്കപ്പെട്ടു നിങ്ങൾ അംഗീകരിച്ചില്ലേ? അല്ലേ? അങ്ങനെ ബൈബിളിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ഖുർആൻ പറഞ്ഞ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചത്. അത് ഖുർആനിൽ പറയാനായിട്ട് ഖുർആനിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവര് തന്നെ ഇവര് പറയണത് ന്യായപ്രമാണം വികലമാക്കപ്പെടുന്ന ഇവർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അത് ഖുർആൻ പറഞ്ഞ പ്രശ്നമാണ്. അതെന്താ അങ്ങനെ? അതെന്താണ്? ഞാൻ പറയാം. യെരുശലേമിൽ സകല ജാതികളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് യേശുക്രിസ്തുവിന്റെ മരണം. അങ്ങനെ മരിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വിശ്വസിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല. മനസ്സിലായില്ല, കേട്ടില്ല, മനസ്സിലായില്ല. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ മരണം എന്നുള്ളത് സകലരാലും തെളിയിക്കപ്പെട്ട് വിശ്വസിക്കപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ യേശുക്രിസ്തു മരിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ ഒരു 600-700 ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അത് ഒരു കാര്യം ശരിയായി. ന്യായപ്രമാണം വികലമാക്കട്ടെന്ന് ബൈബിളും പറയുന്നു, അത് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ കാര്യം ഖുർആൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്. പക്ഷെ നിങ്ങളും അംഗീകരിക്കുന്ന വിഷയമാണ് ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്നുള്ള വിഷയം. നിങ്ങൾക്ക് അതിൽ പല ബൈബിളിലെ പല റേഞ്ച് ക്ലിയർ ലേഖനത്തിലും പറയുന്നുണ്ട്, പുതിയ നിയമത്തിലുണ്ട് ന്യായപ്രമാണം ലംഘനങ്ങൾ കൂട്ടിച്ചേർത്തെന്ന്. റേഞ്ച് ക്ലിയർ അല്ല. മറ്റേ ഫ്രോഡിനെ ഇവിടെ എടുക്കല്ല കേട്ടോ. ഞാൻ അത് ഹാൻഡ് റൈസ് ഓഫ് ചെയ്ത് കേട്ടോ. നിസു, ആ ഫ്രോഡിനെ എടുക്കല്ലേ. ആ ഫ്രോഡ് കേൾക്കുന്നില്ല ഭാസ്കരേ, നിങ്ങളുടെ സൗണ്ട് ക്ലിയർ അല്ല. നിങ്ങൾ ആ ടൈറ്റിൽ മാറ്റിക്കോ. ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്ന് എസ് ജോർജ് പാസ്റ്റർ ആണെങ്കിൽ ടൈറ്റിൽ മാറ്റിക്കോ. തിരുത്തപ്പെട്ടു. അത് ഖുർആൻ പറഞ്ഞ പ്രശ്നമാണ്. ഖുർആൻ പറഞ്ഞ പ്രശ്നമാണ്. ഇവർക്കുള്ള ശത്രുത, ഇവർക്കും സത്യം അറിയാം, ഇവർക്കും ഹക്ക് അറിയാം. പക്ഷെ അത് ഖുർആൻ പറഞ്ഞത് കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. എത്ര വ്യക്തമായിട്ട് പറഞ്ഞു ന്യായപ്രമാണം വികലമാക്കപ്പെട്ടു. അവിടെ ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പറഞ്ഞ പ്രശ്നം. അതെന്താ അങ്ങനെ? വൈ ലൈക്ക് ദാറ്റ്? അതെന്താ അങ്ങനെ? പൗലോസും പറഞ്ഞിട്ടുണ്ട്, അതാണ് വിഷയം. പൗലോസും തിരുത്തപ്പെട്ടതാണ് പറഞ്ഞത്. റേഞ്ച് ക്ലിയർ അല്ല എസ് ജോർജ് മാസ്റ്റർ. നിങ്ങൾ ഒന്നിൽ ഇറങ്ങി കയറുക, അല്ലെങ്കിൽ നിങ്ങൾ റേഞ്ച് ഇല്ല. ഹലോ, നിങ്ങൾ പറഞ്ഞ ശരിയാ. അങ്ങനെ നിങ്ങളുടെ സൗണ്ട് ക്ലിയർ അല്ല, നെറ്റ് ക്ലിയർ അല്ല, ഒന്നും കേട്ടുകൂടാ. ബാക്കി ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഒരു ചർച്ച ഇത് കേൾക്കുന്നു. റേഞ്ച് ക്ലിയർ അല്ല സഹോദര. പുള്ളി പോയതാണോ? ഹലോ ഷിയാബ്ദിനെ, ഐ എം വെരി സോറി കേട്ടോ ഷിയാബ്ദിനെ. ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അവർക്ക് നിങ്ങൾ ചോദിച്ച അവർക്ക് ഇന്നതിന് അവർക്ക് വേണ്ടത് എന്താണ്? ഖുർആൻ തെറ്റാണെന്ന് തെളിയിക്കാനാണ് വരുന്നത്. നമ്മുടെ ബാധ്യത അത് അവരെ പറഞ്ഞ വാദം അവരെ പുസ്തകത്തിലും ഉണ്ട്, അതൊന്നും അവരെ കൊണ്ട് സമ്മതിപ്പിക്കലാണ്. മനസ്സിലായോ? അവർക്കും ബോധ്യപ്പെടണം ന്യായപ്രമാണം തിരുത്തപ്പെട്ടു എന്ന് ഇവരുടെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് അംഗീകരിക്കാമെങ്കിൽ ഖുർആൻ പറഞ്ഞ എടുത്ത എന്താ പ്രശ്നം? വേറൊരു ഉദാഹരണം പറയാം. യേശു പ്രവാചകനാണെന്ന് ഖുർആൻ പറയുന്നു, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ബൈബിളും പറയുന്നില്ലേ? അപ്പൊ യേശു പ്രവാചകനെന്ന് ബൈബിളിൽ പറഞ്ഞ ഇവർക്ക് അംഗീകരിക്കാം, ഖുർആനിൽ പറഞ്ഞ അംഗീകരിക്കാൻ പറ്റൂല. അതെന്താ അങ്ങനെ? അത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണത്.
ഒരിടത്ത് പറഞ്ഞാൽ എടുക്കും, മറ്റിടത്ത് പറഞ്ഞാൽ എടുക്കൂല. ഇന്ന് രാവിലെ ചർച്ച ചെയ്തല്ലോ, മരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ പിതാവിനെ സ്നേഹിക്കുമെങ്കിൽ എന്നെ നിങ്ങൾ കൊല്ലില്ലായിരുന്നു. അവർ പിതാവിനെ സ്നേഹിച്ചു തുടങ്ങിയാൽ യേശുവിനെ കൊല്ലില്ല. അപ്പൊ രക്ഷ കിട്ടോ? യേശുവിനെ കൊന്നില്ലെങ്കിൽ രക്ഷ കിട്ടോ? അപ്പൊ പിതാവിനെ സ്നേഹിച്ചാൽ യേശുവിനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഇത് അവർക്ക് അല്ല, ഈ സ്റ്റാൻഡാണ് അവരെടുക്കുന്നത്. പക്ഷെ അത് അവര് നമുക്കത് തിരിച്ച് പറയാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന എക്യുപ്പ് ഒന്നും വായ തുറക്കൂല. അവൻ ഈ സ്റ്റാൻഡ് എടുക്കുന്നത്, ഈ കമ്പാരിസൺ അവർ ചോദിക്കുന്നതിന് നമ്മൾ ഉത്തരം പറയാൻ പോവാണ്. അല്ല, അവർക്ക് ആദ്യം ആ ചോദിക്കുന്നതിലെ അപകടം അവരാദ്യം മനസ്സിലാക്കണം. അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അപകടം, വാരിക്കുഴി എന്താണെന്ന് അവർ അറിയണം. അവരൊരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയുന്നതിന് മുമ്പ് അവർ ആ ചോദിക്കുന്നതിലെ അപകടം എന്താണെന്ന് അവരാദ്യം മനസ്സിലാക്കണം. ഇവരെന്താ പറയുന്നത്? ഖുർആനിന് പുറത്ത് അള്ളാഹു എന്ന ദൈവം എന്നുണ്ടോ? ഞാൻ പറഞ്ഞു അജീബ് പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പോയി വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ അജീബ് പോൾ പറഞ്ഞ തെളിവ് നമുക്ക് പറ്റൂല. ശരി, എന്നാ പോട്ടെ, ബൈബിളിന് പുറത്ത് എബ്രഹാമിന്റെ ദൈവം യഹോവ എന്ന് പറയും, തെളിവില്ല. ബൈബിളിന് പുറത്ത് തെളിവില്ല. എങ്ങനെ തെളിയിക്കും? എബ്രഹാമിന്റെ ദൈവം യഹോവയാണ് എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും അവര്? അത് അവര് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള അപകടം എന്താണെന്ന് അവർ ആദ്യം തിരിച്ചറിയണം. മനസ്സിലായോ? ആ തിരിച്ചറിവ് അവർക്ക് ആദ്യം ആ തിരിച്ചറിവ് ഉണ്ടാകാതെ നമ്മൾ എന്ത് മറുപടി കൊടുത്തിട്ടും, ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞാലും ശരി, ഈ കാര്യം എന്ത് കാര്യം പറഞ്ഞാലും ദേ ആർ നോട്ട് ഗോയിങ് ടു അക്സെപ്റ്റ്. അവർക്കാദ്യം അവരാ ചോദിക്കുന്നതിന് അപകടം എന്താണെന്ന് അവർ ആദ്യം ബോധ്യപ്പെടുത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോറി ഷാബ്ദിനെ തുടങ്ങിയ സമയത്ത് ഇല്ല കുഴപ്പമില്ല.